എന്തിനാണ് CUT നമ്മൾ എഴുതുന്നത്? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണത്. നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷനാണ് CUT എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു എൻട്രൻസ് എക്സാമിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള വളരെ അധികം വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനു വേണ്ടി നമ്മൾ എഴുതുന്ന എക്സാമാണ് CUT എൻട്രൻസ് എക്സാം. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡൗട്ട് തന്നെയായിരിക്കും എന്താണ് നമ്മുടെ CUT എൻട്രൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്, അല്ലേ? സോ ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ 12th 50% 50% മാർക്കെങ്കിലും നിങ്ങൾ എഴുതുന്ന സബ്ജക്ട് കോമ്പിനേഷനിലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ നേടിയിട്ടുണ്ടാകണം. അതായത് നിങ്ങളിപ്പോൾ ഫിസിക്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് CUT എൻട്രൻസ് എഴുതുന്നതെങ്കിൽ ഈ സബ്ജക്റ്റുകളിൽ 12th നിങ്ങൾ 50% മാർക്ക് നേടിയിട്ടുണ്ടാകണം എന്നതാണ് ക്രൈറ്റീരിയ. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രിഫറൻസ് ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റികളിൽ ചിലപ്പോൾ ഈ ക്രൈറ്റീരിയകൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത്തരം യൂണിവേഴ്സിറ്റി സൈറ്റ് കൂടി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ CUT എൻട്രൻസ് എഴുതാൻ ഈ 50% മാർക്ക് തന്നെ ധാരാളം. അപ്പോൾ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏജ് ലിമിറ്റ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, അല്ലെ? എത്ര പ്രായം വരെ എഴുതാം? പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടേ വേണ്ട. ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് ഇല്ല. CUT എൻട്രൻസ് എഴുതാൻ പ്രത്യേകിച്ച് യാതൊരു ഏജ് ലിമിറ്റും അവർ ക്രൈറ്റീരിയയിൽ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് ചെയ്യുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ TNA യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ ഏജ് ലിമിറ്റ് അവരുടെ ക്രൈറ്റീരിയ ആയിട്ട് വയ്ക്കുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. സോ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയക്ക് വെക്കാം, പക്ഷേ CUT എൻട്രൻസ് എഴുതാൻ ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. അപ്പോൾ ഏജ് ലിമിറ്റിന്റെ കാര്യം ക്ലിയർ. എത്ര പ്രാവശ്യം എഴുതാം? പല എക്സാമുകൾക്കും എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ, 4 പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ, അങ്ങനെ ലിമിറ്റ് ഉണ്ട്, അല്ലേ? എന്നാൽ CUTക്ക് അങ്ങനെ ഒരു ലിമിറ്റുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എപ്പോഴാണ് നമ്മൾ CUTക്ക് അപ്ലൈ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 1st വീക്കോട് കൂടിയായിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത. 2025 മെയ്യിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുക. മിക്കവാറും അത് നീറ്റ് എൻട്രൻസിന് ശേഷം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഒരു ഷെഡ്യൂൾ വരുന്നത് ഡിസംബർ അവസാനത്തോടു കൂടിയായിരിക്കും. അപ്പോൾ ഡിസംബർ അവസാനം ആകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എപ്പോഴാണ് ഈ കറക്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ്സ് ഒക്കെ വരുന്നത്. 1 മാസമാണ് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റ് കിട്ടുന്നത്. അതിനുള്ളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതിന് കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമാണ്. ആ ഡീറ്റെയിൽസ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട്സ് ചിലപ്പോൾ ഉണ്ടാകാം. ആ ഡൗട്ട്സ് എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം CUTയുടെ എല്ലാ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.